ഹായ് ഫ്രണ്ട്സ്, ഒരു വേദനയോട് കൂടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ദീപകിൻ്റെ മരണം ഞാനും കണ്ടു. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അതിലെനിക്ക് തെറ്റായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. ആ ആള് അവർ ശ്രദ്ധിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ആ കയ്യിൽ രണ്ട് കയ്യിലും ഇങ്ങനെ ഇറങ്ങണ സമയത്ത് ഇങ്ങനെ ബാഗ് ഇങ്ങനെ പിടിച്ച് ഈ കൈമുട്ട് ഈ ബാക്കിൽ ഈ രണ്ട് കൈമുട്ടും ബാക്കിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വീഡിയോയിലുണ്ടായിരുന്നത്. മനഃപൂർവ്വം ആ വീഡിയോ എടുത്ത് അവൾ പോസ്റ്റാക്കിയത് അവളുടെ ഐഡിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം ആർക്ക് നഷ്ടമായി? അവരുടെ വീട്ടുകാർക്ക് നഷ്ടമായി. ഒരു ബസ്സിൽ പോയ ചെറുതായിട്ട് ഒരു ബസ്സെന്ന് വെച്ചാൽ ചെരുവും ഒക്കെ ഉണ്ടാവും, തട്ടിമുട്ടിയും ലൈറ്റായിട്ട് ഉണ്ടാവും. മനഃപൂർവ്വം ചെയ്ത അതായിട്ട് ആ വീഡിയോയിൽ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ മനഃപൂർവ്വം ഒരു തൊടൽ ഉണ്ടായത് തോന്നിയിട്ടേ ഇല്ല. ഞങ്ങളും ബസ് യാത്ര ചെയ്യുന്നവർ തന്നെയായിരുന്നു. ഞാനും ചെറുപ്പത്തിൽ 16 വയസ്സ് 17 വയസ്സുള്ള പ്രായമുള്ള സമയത്ത് ഞങ്ങൾ ഡെയിലി 7:30 ജോലിക്ക് പോകുമായിരുന്നു. അന്നേരം ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് ഒരു 6-7 പെൺകുട്ടികൾ കയറിയായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ഒരു പെൺകുട്ടികൾ സ്റ്റെപ്പിൽ നിന്നായിരിക്കും ഞങ്ങൾ പോവുക. എങ്ങനെയെങ്കിലും ആ ടൈമിങ്ങിന് അവിടെ എത്തണം, കമ്പനിയിൽ എത്തണം എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ബസ് മിസ്സാകാതെ ഒരേ ബസ്സിൽ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പിൽ ഞങ്ങളുടെ ബാക്കിൽ വേറെ ആൺകുട്ടികളൊക്കെ കയറും. അത്രയും സ്റ്റെപ്പിൽ ഞങ്ങൾ ഓരോ സ്റ്റോപ്പിൽ ആൾക്കാരെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കൊടുത്ത് പിന്നെ കയറി അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോഴത്തെ പെൺകുട്ടികളും പെണ്ണുങ്ങളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ഇങ്ങനത്തെ ഓരോ കുടുംബത്തിന് നഷ്ടമാവുന്നത്. അവർക്ക് ആ കുടുംബത്തിന് നഷ്ടം, ഇവൾക്ക് എന്ത് നഷ്ടം? എന്നിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ലല്ലോ. നമ്മളിലേക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ ഫ്രണ്ട്സ്. ശരിക്കും ആൺകുട്ടികൾക്കും സേഫ്റ്റി വേണം. ഇനി ആൺകുട്ടികളും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയി എന്ന് വെച്ചാൽ അത് സീരിയസ് ആയി എടുത്തു തന്നെ അതിന് വേണ്ടതായ ആക്ഷൻ എടുക്കേണ്ടതാണ്. അപ്പോഴേ ഇവരൊക്കെ പഠിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്.